തിലാപ്പിയ കറിയാണ് ഉണ്ടാക്കുന്നത്. കഴുകിയ 2 വലിയ തിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ പുളി ഇടുകയാണെങ്കിൽ തിലോപ്പിയുടെ ആ ബ്ലാക്ക് കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് ചെറിയ പീസായിട്ടത് മുറിക്കുക. നല്ല മൂർച്ചയുള്ള കത്തിയാണെങ്കിൽ അത് വേഗം മുറിഞ്ഞ് കിട്ടും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളത് ക്ലീൻ ചെയ്യണം. തിലാപ്പിയ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ചൂടായ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടിക്കുക. കുറച്ച് ഉലുവ കൂടി പൊട്ടിച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഉലുവ പൊട്ടിച്ച ശേഷം ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണ് ചേർക്കുന്നത്. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഇത് നല്ലൊരു ഗ്രേവി രൂപത്തിലാക്കിയിട്ട് അതാണ് നേരിട്ട് ഇതിലേക്ക് അരപ്പിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പുളിവെള്ളം ചേർക്കുക. പുളിവെള്ളം ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തിലാപ്പിയ കഷ്ണങ്ങൾ അതിലേക്ക് എടുത്തിടുക. അടച്ചു വെച്ച് ചെറു തീയിലിട്ട് വേവിക്കുക. അല്പം ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്താൽ നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും. നമ്മുടെ തിലാപ്പിയ കറി ഇവിടെ റെഡിയായി. തിലാപ്പിയക്ക് അധികം വേവൊന്നും വേണ്ട